ഞാൻ ഈ സ്റ്റൗവിൻ്റെ കൗണ്ടർ ടോപ്പ് ഒരുപാട് വൃത്തികേടാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാറില്ല. അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാനിത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ അതെനിക്ക് നല്ല ഇരട്ടിപ്പണിയാവും. അപ്പോൾ ഇതിന് മുകളിലുള്ള ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം എടുത്ത് മാറ്റി. ഇത് നിങ്ങൾക്കിപ്പോൾ വിസിബിളായിട്ട് കാണാൻ സാധിക്കും. കറികളുടെയും അതേപോലെ എന്തൊക്കെയോ കറകൾ ഇങ്ങനെ വീണിട്ടുണ്ട്. അപ്പോൾ ഇത് കഴുകാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് നമ്മുടെ ഹാൻഡ് വാഷില്ലേ അതും പിന്നെ ഡിഷ് വാഷും. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ മേടിച്ചിട്ട് ഉപയോഗിക്കാത്ത ഒരേ ഒരു സാധനമാണ് ഈ ഒരു കൊക്കക്കോള. അപ്പോൾ അതും ഞാൻ ഈ ഒരു ക്ലീനിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതും കൂടി യൂസ് ചെയ്യുമ്പോഴത്തേക്കും നന്നായിട്ട് നല്ല കളറിൽ നമുക്ക് പെർഫെക്റ്റായിട്ട് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. പിന്നെ നമ്മുടെ പാത്രം കഴുകുന്ന യൂസ് ചെയ്യാത്ത അല്ലെങ്കിൽ ഉപയോഗം കഴിഞ്ഞ ഈ ഒരു സ്റ്റീലില്ലേ അതും കൂടി എടുത്തിട്ട് ഈ ഒരു മിക്സ് നന്നായിട്ട് കൈകൊണ്ടോ എങ്ങനെയൊക്കെ മിക്സ് ചെയ്യാൻ കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതിന് യാതൊരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അത് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ടാണ് ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഇതേപോലെ സ്റ്റീൽ വെച്ചിട്ട് ഇവിടെ നന്നായിട്ട് നമ്മൾക്ക് ഇതേപോലെ ഉരച്ച് വൃത്തിയാക്കി എടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഉരച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു തുണി എടുത്തിട്ട് അതിൻ്റെ ടോപ്പിലുള്ള ആ ഒരു സൈഡിലേക്ക് ആ ഒരു സോപ്പിൻ്റെ മിക്സ് നമുക്ക് ഇതേപോലെ വൈപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ അധികം വെള്ളം യൂസ് ചെയ്യുന്നില്ല, ആ ഒരു ലിക്വിഡ് തന്നെ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്തു. പിന്നെ ഒരു നനയാത്ത അല്ലെങ്കിൽ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ക്ലോത്ത് എടുക്കുക, അത് വെച്ച് ഇതെല്ലാം കൂടെ വൈപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഗ്രില്ല് നന്നായിട്ട് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് വൃത്തികേടാവുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ കിച്ചണൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആക്കി വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ വ്യൂ വന്നിട്ട്.